സദ്ഗുരുവേ ശരണം. 24-day ഫ്രീ കോഴ്സ്, സ്പോക്കൺ ഇംഗ്ലീഷ് ഫ്രീ കോഴ്സിൻ്റെ ഡേ 2 ആണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഡേ 1 നമ്മൾ ഓൾ അബൌട്ട് മീ. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഗ്രാമറിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ, കടുകട്ടി സെൻറ്റൻസ് സ്ട്രക്ചറിനെ കുറിച്ചൊന്നും ഒന്നുമേ ചിന്തിക്കാതെ ഏതൊരു വ്യക്തിക്കും പറഞ്ഞ് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അത് ഞാൻ ഫ്രീ ആയിട്ട് ഈ ഒരു 24-day സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ എല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓരോ വീഡിയോസും വളരെ സൂക്ഷ്മമായിട്ട് കണ്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 2026 നിങ്ങളൊരു പുതിയ ഒരാളായിരിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ്സിന് ഞാൻ കൊടുക്കുന്ന ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ബേസിക് ടു ബ്രില്യൻറ്റ് എന്നാണ്. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന പോലെയുള്ള സെൻറ്റൻസ് നമ്മളെല്ലാവരും പറയും. പക്ഷെ അത് പോരല്ലോ. നമ്മളൊരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങൾ പറയുക? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കും പഠിക്കും, അതിൻ്റെ ബ്രില്യൻ സ്റ്റൈൽ, അതായത് ഒരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിൻ്റെ സ്റ്റൈലിലും എങ്ങനെ നമ്മുടെ ഡെയിലി റുട്ടീൻസിനെ കുറിച്ച് പറയാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ശ്രദ്ധിച്ച് എൻ്റെ കൂടെ ആദ്യം മുതൽ അവസാനം വരെ പഠിക്കുക. അവസാനം നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇടണം. ഓക്കെ, സോ ആർ യു റെഡി? ദെൻ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. So welcome to English Guru's brand new episode. I am Ashalada Srijit. മിക്ക ആൾക്കാരും എങ്ങനെയായിരിക്കും രാവിലെ എഴുന്നേറ്റു എന്ന് പറയുന്നത്? I woke up at 6 AM എന്നായിരിക്കും. I brush my teeth, I go to work. ഇതെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ച പോലെയുള്ള 3 ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണ്. അതിൽ ഒരു തെറ്റുമില്ല, ശരിയാണ്. പക്ഷെ ഇത് ഭയങ്കര ബോറിംഗ് ആണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഇങ്ങനെ കാണാതെ പഠിച്ച് പറയുന്നത് പോലൊരു ഫീലിംഗ് കിട്ടും. ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയൂ, ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും എന്നത് നമ്മളിങ്ങനെ അച്ചടി ഭാഷ പോലെ പറയില്ല എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെ. അപ്പോൾ പിന്നെ ഇതെങ്ങനെ നമുക്ക് നല്ല ബ്രില്യൻ്റ് ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് പറയാം? ഈ ഓരോ സെൻറ്റൻസ് നിങ്ങൾ നോക്കണേ. I usually start my day around 6 AM. യൂഷ്വലി എന്ന് പറഞ്ഞാൽ പൊതുവെ ഞാൻ 6 മണിയോടുകൂടിയാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. എന്തൊരു ഡിഫറൻ്റ് ആണെന്ന് നോക്കിയല്ലേ. ഞാൻ 6 മണിക്കാണ് I wake up at 6 AM എന്ന് പറയുന്നതിനേക്കാളും I usually start my day around 6 AM. അല്ലെങ്കിൽ I roll out of bed around 6 AM എന്നും പറയാം. roll out of bed. എന്തൊരു സ്റ്റൈൽ. I roll out of bed around 6 AM. അല്ലെങ്കിൽ I am up by 6 AM most days. I am up എന്ന് പറഞ്ഞാലും ഞാൻ എഴുന്നേൽക്കാറ് എന്നാണ് അർത്ഥം. മിക്ക ദിവസവും 6 മണിക്ക് ഞാൻ എഴുന്നേറ്റിരിക്കും. അല്ലെങ്കിൽ I am up മീൻസ് എഴുന്നേൽക്കാറ്. ഇനി ഇങ്ങനെയും പറയാം, my day kicks off at 6 AM. കിക്സ് ഓഫ്, നമ്മൾ പന്ത് കളിയൊക്കെ കിക്ക് ഓഫ് നടന്നു എന്ന് പറയില്ലേ, അതുപോലെ തന്നെ എഴുന്നേൽക്കുക, അതായത് സ്റ്റാർട്ട് ചെയ്യാന്നാണ്. മൈ ഡേ കിക്സ് ഓഫ് അറ്റ് 6 AM. അപ്പൊ ഇത്രയും നല്ല സ്റ്റൈലിഷ് സെന്റൻസ് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് I wake up at 6 AM എന്ന് വെറുതെ പറയുന്നത്? അതുകൊണ്ട് ഇത് നന്നായിട്ട് പറഞ്ഞ് പഠിക്കണം. I usually kick off around 6 AM with a quick stretch and a glass of warm water. ഏത് ലെവലായി നോക്കിയേ. വിത്ത് എ ക്വിക്ക് സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് നിവർന്ന്, അല്ലെ, എഴുന്നേറ്റ് ഒന്ന് നടു നിവർത്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്നിട്ട് ഒരു ഗ്ലാസ് ഓഫ് വാം വാട്ടർ, ഇളം ചൂടുവെള്ളം കുടിച്ചാണ് ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. ഇനി ടോക്കിംഗ് അബൌട്ട് മോർണിംഗ് റുട്ടീൻ. ഐ ബ്രഷ് മൈ ടീത്ത്, ഐ ടേക്ക് എ ബാത്ത്. അത് വേണ്ട, ബോറിങ്. അതിന് പകരം ഐ ഫ്രഷൻ അപ്പ്. ഫ്രഷൻ അപ്പ്, ഫ്രഷൻ എന്ന് പറയുന്ന ഒരു വേർബാണ് കേട്ടോ. അതായത് നമ്മൾ നല്ല ഫ്രഷ് ആയിരുന്നു, ക്ലീൻ ആയി. ഐ ഫ്രഷൻ അപ്പ് എന്ന് പറയാം. ഐ ജംപ് ഇൻ ടു ദ ഷവർ എന്ന് പറയാം. അപ്പം അതിനുശേഷം എഴുന്നേറ്റതിന് ശേഷം ഐ ഫ്രഷൻ അപ്പ് ആൻഡ് ദെൻ ഐ ജംപ് ഇൻ ടു ദ ഷവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഓടിപ്പോയി കുളിമുറി കയറുമെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി കുളിമുറി കയറും എന്ന് പറഞ്ഞാൽ കുളിക്കുമെന്നല്ലേ അർത്ഥം. അതുപോലെയുള്ള ഒരു പ്രയോഗമാണ്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഐ ഗെറ്റ് റെഡി ഫോർ ദ ഡേ എന്ന് പറഞ്ഞാൽ അതിൽ ഇതെല്ലാം പെടും. പല്ല് തേക്കുക, കുളിക്കുക, ഇതെല്ലാം അതിനകത്ത് പെട്ടോളും. ഐ ഗെറ്റ് റെഡി ഫോർ ദ ഡേ. ഐ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് ടു ഗ്യാദർ മൈ തോട്ട്സ്. എന്താണ് ഈ ഗ്യാദർ മൈ തോട്ട്സ് എന്ന് പറഞ്ഞാൽ? അന്നത്തെ ദിവസത്തെ പരിപാടികളൊക്കെ എന്താണ്, എന്തെല്ലാം പ്ലാനുകളാണുള്ളത്, എന്തൊക്കെ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കാൻ കുറച്ച് നേരം ഒന്ന് ഞാൻ എടുക്കും. അത് കുറച്ച് നേരം ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് എൻ്റെ സമയത്തിൽ ഞാൻ ഒന്ന് ബിഗിൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഞാൻ രാവിലെ എല്ലാ കാര്യങ്ങളും ഒന്ന് പ്ലാൻ ചെയ്യും. ആഫ്റ്റർ ഫ്രഷനിങ് അപ്പ് ഐ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് ടു പ്ലാൻ മൈ ഡേ ബിഫോർ ഹെഡിങ് ഔട്ട്. ഹെഡിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും. അടുത്തത് ടോക്കിംഗ് അബൌട്ട് വർക്ക് അല്ലെങ്കിൽ സ്റ്റഡി റുട്ടീൻ. ഐ ഗോ ടു ദ ഓഫീസ് അറ്റ് 9.
വെരി ബോറിംഗ്. ഐ ഹെഡ് ടു ദ ഓഫീസ് അറൌണ്ട് 9 AM. ഹെഡ് ടു ദ ഓഫീസ് വെച്ചാൽ ഓഫീസിലേക്ക് 9 മണിയോടുകൂടി പോകും. ഐ കമ്മ്യൂട്ട് ടു വർക്ക്. കമ്മ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എന്നും രാവിലെയും വൈകുന്നേരവും ഓഫീസിൽ പോയി വരുന്നവർ, സ്റ്റുഡൻസ് പോയി വരും. അങ്ങനെ എന്നും യാത്ര ചെയ്യുന്നവരെ നമ്മൾ കമ്മ്യൂട്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഐ കമ്മ്യൂട്ട് ടു വർക്ക് എന്ന് വെച്ചാൽ ഞാൻ ജോലിക്ക് വേണ്ടി പോകും. ഐ ചെക്ക് മൈ ഇമെയിൽസ് ഫസ്റ്റ് തിങ്. അതായത് ഞാൻ ആദ്യം ചെയ്യുക എൻ്റെ ഇമെയിൽസ് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഫോണിലാണെങ്കിൽ എന്ത് മെസ്സേജാണ്, ഐ ചെക്ക് ദ മെസ്സേജസ് ഫസ്റ്റ് തിങ്. ആദ്യം അതാണ് ചെയ്യുന്നത്. ഐ യൂഷ്വലി ഡൈവ് ഇൻ ടു മീറ്റിംഗ്സ്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മീറ്റിംഗ്സ് തുടങ്ങുകയായി. ഓഫീസിലെത്തി അല്ലെ, നമ്മുടെ ഇമെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ ഐ യൂഷ്വലി ഡൈവ് ഇൻ ടു മീറ്റിംഗ്സ്. പെട്ടെന്ന് തന്നെ മീറ്റിംഗ്സിലേക്ക് കടക്കുകയാണ്. അതിനാണ് ഡൈവ് ചെയ്യുക എന്ന് പറയുന്നത്. I head to the office around 9 AM and the first thing I do is dive into my emails and morning meetings. ഇതെല്ലാം സ്റ്റൈലിഷ് ആയിട്ടുള്ള സെന്റൻസുകളാണ്, പഠിച്ചു വെച്ചോളൂ. ഈ വീഡിയോയോട് കൂടി നമ്മൾ ബേസിക് ടു ബ്രില്യൻറ്റ് ആവാൻ പോവാണ്. നെക്സ്റ്റ് ഇസ് ടോക്കിംഗ് അബൌട്ട് യുവർ എനർജി ലെവൽ, യുവർ മൂഡ്. ഐ സ്റ്റാർട്ട് മൈ ഡേ വിത്ത് എനർജി, വിത്ത് ഫുൾ എൻത്യൂസിയാസം. ഇതെല്ലാം കുറച്ച് എൻത്യൂസിയാസം കുറച്ച് സ്റ്റൈലിഷ് ആണെങ്കിൽ അത് പറഞ്ഞ് അഡ്വാൻസ്ഡിലെ ബോറിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ രീതി പറയാം. ഐ എം യൂഷ്വലി ഇൻ ദ സോൺ ബൈ 10. ഐ എം യൂഷ്വലി ഇൻ ദ സോൺ. ഇൻ ദ സോൺ എന്ന് പറഞ്ഞാൽ ഞാൻ 10 മണിയോടുകൂടി ഒരു കറക്റ്റ് ഫോക്കസിലേക്ക് വരും. കാരണം കറക്റ്റ് എന്താണോ ചെയ്യേണ്ടത് അതിലേക്ക് ഞാൻ മുഴുകും എന്നർത്ഥം, ഇൻ ദ സോൺ. അപ്പം ഇത് ഇഡിയമാണ്, ഇതിന്റെ അർത്ഥം ഫോക്കസ്ഡ്. അപ്പൊ ഇന്ന് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ ഒരുപാട് നല്ല സൂപ്പർ ഇഡിയംസും കൂടെ പഠിക്കാൻ പോവാണ്. കാരണം നേറ്റീവ് സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഇഡിയംസ് ഉപയോഗിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചാലേ നമ്മളൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്പീക്കറായിട്ട് മാറുള്ളൂ. ഇനി നമ്മൾ ചിലപ്പോൾ പറയില്ലേ, ഉച്ചയ്ക്ക് ഒരു 2 മണിയോടുകൂടി എനിക്ക് ആകെ ഒരു ക്ഷീണമായ ഒരു മയക്കത്തിലേക്ക് ഞാൻ പോകും അല്ലെ, ഐ ഗെറ്റ് ടയേർഡ് ആൻഡ് ടേക്ക് എ ഷോർട്ട് നാപ്പ് എന്നൊക്കെ. ചില ഓഫീസുകളിൽ അതിന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിന് പകരം നമുക്ക് പറയാം കുറച്ച് ക്ഷീണമായി നമ്മളൊന്ന് റെസ്റ്റ് എടുക്കും. ഐ ഹിറ്റ് എ മിഡ് ഡേ സ്ലംപ് അറ്റ് 2. മിഡ് ഡേ സ്ലംപ്, ഹിറ്റ് എ മിഡ് ഡേ സ്ലംപ്. ഇവിടെ ഹിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യുക, നമുക്കൊരു ക്ഷീണം അനുഭവപ്പെടും. ഐ ഹിറ്റ്, ഇവിടെ ഹിറ്റ് എന്ന് പറഞ്ഞ അർത്ഥം അതാണ്, എക്സ്പീരിയൻസ് ചെയ്യാന്നാണ്. ഐ ഹിറ്റ് എ മിഡ് ഡേ സ്ലംപ്. കാരണം ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ആലസ്യം, അത് എനിക്കുണ്ടാവുമെന്നാണ്. ഐ ഹിറ്റ് എ മിഡ് ഡേ സ്ലംപ് അറ്റ് 2. ഇവിടെ സ്ലംപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി അങ്ങ് കുറയുമെന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ഇൻ എനർജി, ക്ഷീണം, ഡ്രോപ്പ് ഇൻ എനർജി. എ കപ്പ് ഓഫ് ടീ ഹെൽപ്സ് മീ റീസെറ്റ്. പക്ഷെ ഒരു ചായ കിട്ടിയാൽ ഞാൻ ഉഷാറായി, അത് നമ്മൾ പറയില്ലേ, എ കപ്പ് ഓഫ് ടീ ഹെൽപ്സ് മീ റീസെറ്റ്. ക്ഷീണമൊക്കെ മാറി ഒന്ന് വീണ്ടും റെഡി ആവാൻ ഒരു ചായ ഞാൻ കുടി. ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ഐ എം യൂഷ്വലി ബാക്ക് ഓൺ ട്രാക്ക്. അത് കഴിഞ്ഞ് ഒരു 4 മണിയോടുകൂടി ഞാൻ പഴയപടി വീണ്ടും സ്മാർട്ടായിട്ട് വരുമെന്ന്. അതായത് ബാക്ക് ഓൺ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ എനർജിയിൽ ഞാൻ വീണ്ടും എൻ്റെ കാര്യങ്ങൾ ചെയ്യും. ഈവനിങ് റുട്ടീൻ, ഐ റിട്ടേൺ ഹോം, ഐ വാച്ച് TV. വെരി വെരി ബോറിംഗ്. ഐ വൈൻഡ് ഡൗൺ വിത്ത് സം മ്യൂസിക്. വൈൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ റിലാക്സ് ചെയ്യാന്നാണ്. ഇതും ഒരു ഇഡിയമാണ്. ഐ വൈൻഡ് ഡൗൺ വിത്ത് സം മ്യൂസിക്. കുറച്ച് പാട്ട് കേട്ട് ഞാൻ റിലാക്സ് ചെയ്യും. ഐ ക്യാച്ച് അപ്പ് ഓൺ എ ഷോ. ക്യാച്ചപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ചില ഷോസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ ബാക്കി എപ്പിസോഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സിനിമ സീരീസ് എന്തെങ്കിലും നമ്മൾ കുറച്ചു നേരം കാണും. ക്യാച്ചപ്പ് എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് അപ്ഡേറ്റഡ്, ടു ഫിനിഷ് വാട്ട് യു മിസ്. ഐ ഗോ ഫോർ എ സ്ട്രോൾ എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകും. ഈവനിങ് വാക്കില്ലേ, വളരെ റിലാക്സ് ചെയ്ത് നല്ല പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാൻ പോവാം. സോ ഐ ഗോ ഫോർ എ സ്ട്രോൾ. സ്ട്രോൾ എന്ന് പറഞ്ഞാൽ റിലാക്സ്ഡ് വാക്ക് എന്നാണ് കേട്ടോ. ഐ ട്രൈ ടു അൺപ്ലഗ് ഫ്രം സ്ക്രീൻസ്. അൺപ്ലഗ് ഫ്രം സ്ക്രീൻസ് എന്ന് പറഞ്ഞാൽ TV, മൊബൈൽ എല്ലാം ഓഫ് ചെയ്ത് ഞാൻ ഒന്ന് ഫ്രീ ആവും. സ്ക്രീൻ ടൈം ഞാൻ മാറ്റും, അതിൽ നിന്നൊന്ന് മാറും എന്നർത്ഥം. അൺപ്ലഗ് എന്ന് പറഞ്ഞാൽ ടേക്ക് എ ബ്രേക്ക്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയില്ല അയൺ ബോക്സ് ഓൺ അല്ലെന്ന് ഉറപ്പ് വരുത്തണം. മേക്ക് ഷുവർ ദി അയൺ ബോക്സ് ഇസ് അൺപ്ലഗ്ഡ്. ചിലപ്പോൾ നമ്മൾ പ്ലഗ് കുത്തിയിട്ട് ഓൺ ചെയ്ത് വെച്ചേക്കും, അത് ഓഫ് ചെയ്യാൻ മറക്കും, പ്ലഗ് ഊരിടാനും മറക്കും. അപ്പൊ പറയേണ്ട സെന്റൻസ് ആണ് മേക്ക് ഷുവർ ദി അയൺ ബോക്സ് ഇസ് അൺപ്ലഗ്ഡ്. പക്ഷെ ഇവിടെ അൺപ്ലഗ് ഫ്രം സ്ക്രീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീൻ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ ഫോണൊക്കെ നോക്കിയിരിക്കുന്നതിൽ നിന്ന് നമ്മൾ ബ്രേക്ക് എടുക്കുമെന്നാണ്. അതാണ് അൺപ്ലഗിന്റെ അർത്ഥം. ഐ ലൈക്ക് ടു ഡീക്ലറ്റർ മൈ മൈൻഡ് ബിഫോർ ബെഡ്. കിടക്കുന്നതിന് മുൻപ് എൻ്റെ മൈൻഡിൽ എല്ലാം ഫ്രീ ആക്കി, മൈൻഡിന് ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം കളഞ്ഞ് സ്ട്രെസ് എല്ലാം മാറ്റി നല്ല മൈൻഡിനെ നല്ല ക്ലീൻ ആക്കാൻ എനിക്കിഷ്ടമാണ്. അത് നിങ്ങളും ശ്രമിക്കണം കേട്ടോ. കാരണം കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് എല്ലാം ഓഫ് ചെയ്ത് റിലാക്സ് ചെയ്ത് നല്ല മെഡിറ്റേഷനും അഫർമേഷനൊക്കെ ചെയ്ത് കിടന്നാൽ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കും.
അപ്പോൾ അതുകൊണ്ട് ഐ ലൈക്ക് ടു ഡീക്ലറ്റർ മൈ മൈൻഡ് ബിഫോർ ഗോയിങ് ടു ബെഡ്. അത് നല്ലൊരു ശീലമാണ്. ഡീക്ലറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതെല്ലാം എടുത്ത് കളയുക, ഡീക്ലറ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡെമോ സെന്റൻസ് നോക്കാം. In the evening, I unplug from work, go for a stroll, and spend time decluttering my mind. Bedtime routine. I sleep at 10. No. I try to call it a day around 10. Call it a day എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്ത് കഴിഞ്ഞ് അവസാനം നമ്മൾ എല്ലാം മതിയാക്കി നമ്മൾ പോകുമ്പോൾ ഇംഗ്ലീഷുകാർ പറയുന്നത് ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞു എന്നുള്ള അർത്ഥമാണ്. ഇന്നത്തെ ദിവസത്തെ ജോലി തീർന്നു. അപ്പൊ അതിൽ നിന്നുണ്ടായൊരു ഇഡിയമാണ് കോൾ ഇറ്റ് എ ഡേ. അപ്പൊ ഇവിടെ എന്താണ്? എല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ പോവാന്നാണ്. ഐ കോൾ ഇറ്റ് എ ഡേ അറൌണ്ട് 10. 10 മണിയോടുകൂടി ഞാൻ ഉറങ്ങും, എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഞാൻ ഉറങ്ങും. അല്ലെങ്കിൽ ഐ ടേൺ ഇൻ ബൈ 10 എന്ന് പറയാം. ഐ ടേൺ ഇൻ ബൈ 10 എന്ന് പറഞ്ഞാൽ 10 മണിയോടുകൂടി ഞാൻ ഉറക്കം. ടേൺ ഇൻ എന്ന് പറഞ്ഞാൽ ടു എൻഡ് സംതിങ്, എല്ലാം മതിയാക്കി പോയി കിടക്കാൻ പോയി. അല്ലെങ്കിൽ ഐ വൈൻഡ് അപ്പ് മൈ ഡേ അറൌണ്ട് 10 എന്ന് പറയാം. വൈൻഡ് അപ്പ് ചെയ്യാന്ന് പറയാം. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ വീഡിയോ എന്ന് ഞാൻ പറയാറില്ലേ. ഐ വൈൻഡ് അപ്പ് മൈ ഡേ അറൌണ്ട് 10. ഞാൻ 10 മണിയോടുകൂടി എല്ലാം പൂട്ടിക്കെട്ട്, അപ്പൊ എല്ലാം മതിയാക്കി നമ്മൾ ഉറക്കത്തിലേക്ക് അങ്ങ് വീഴുന്നു. അതാണ് ഐ വൈൻഡ് അപ്പ് അറൌണ്ട് 10 PM എന്ന് പറഞ്ഞാൽ. ആദ്യം നമ്മളൊരു വേർഡ് പറഞ്ഞു വൈൻഡ് ഡൗൺ, അത് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ വൈൻഡ് അപ്പ്, ഇത് എന്താണ്? നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. I usually call it a day around 10 after reading a few pages of a book. ബുക്ക് വായിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. കിടക്കുന്നതിന് മുമ്പ് നല്ല ബുക്ക് വായിക്കണം, നല്ല ലിറ്ററേച്ചർ. ഹൊററും ക്രൈമൊന്നുമല്ല, നല്ല പോസിറ്റീവ് അഫർമേഷൻസ്, നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുള്ള ലിറ്ററേച്ചർ, നല്ല ബുക്സ് വായിക്കുന്നത് നമ്മുടെ മൈൻഡിന് നല്ല ഒരു ഫുഡാണ്. അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് നല്ല നല്ല ബുക്കുകൾ വായിക്കുക, നല്ല പോസിറ്റീവ് എനർജി വരുന്ന നല്ല ബുക്കുകൾ മാത്രമേ നമ്മൾ വായിക്കാവുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച അഡ്വാൻസ്ഡ് വൊക്കാബുലറി ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നോട്ടിൽ എഴുതിയെടുക്കുക. ഈ പറഞ്ഞ എല്ലാ സെന്റൻസും പറഞ്ഞങ്ങ് പ്രാക്ടീസ് ചെയ്യുക. നൗ ഇറ്റ്സ് യുവർ ടേൺ. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അഡ്വാൻസ്ഡ് വൊക്കാബുലറി ഉപയോഗിച്ച് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ നിങ്ങൾ ഇപ്പം തന്നെ എഴുതി കമന്റ് ബോക്സിൽ ഇടണം. ഓക്കെ, അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ 24 ഡേയ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ഒരു വീഡിയോ പോലും മിസ്സാവാതെ നിങ്ങൾ എല്ലാവരും കാണുക, കണ്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇംഗ്ലീഷ് ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാ കോഴ്സുകളെ കുറിച്ചുള്ള പോസ്റ്ററുകൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് 3 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ഈ നമ്പറിൽ വിളിക്കുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസും വിളിക്കുമ്പോൾ പറയുന്നതാണ്. പിന്നെ നമുക്ക് സയൻസ് ട്യൂഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് 6 മുതൽ 10th വരെയുള്ള കുട്ടികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. 10th സ്റ്റാൻഡേർഡുകാർക്ക് ഇപ്പോൾ ഒരു റിവിഷൻ പാക്കേജ് ഉണ്ട്. 10 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന ഒരു പാക്കേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക. So see you in the next video. Until then, you take care. Sadguruve Sharanam.